അപ്പോൾ നമ്മുടെ സെക്കൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ രാമേശ്വരത്തിലെ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയി അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നത്. കാരണം അവിടെ മൊബൈൽ ഫോൺ കയറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. വന്നിട്ട് തിരിച്ചു വന്ന് കുളിച്ചോളൂ. പറഞ്ഞെങ്കിൽ 22 നമ്മുടെ നദികളിൽ നിന്നുള്ള വെള്ളം നമ്മുടെ അവിടെയുള്ള കിണറുകളിൽ ശേഖരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തലയപ്പേട്ട് പോയി ഒഴിക്കും. അതിൽ കുറേ പേര് 250 രൂപയ്ക്ക് നമ്മുടെ തലം മൊത്തം ഒഴിച്ചു തന്നവരുണ്ട്, 100 രൂപയ്ക്ക് ഒഴിച്ചു തന്നവരുണ്ട്, 25 രൂപ ബേസിക്കായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ 25ൻ്റെ എടുത്താൽ മതി, ജസ്റ്റ് നനഞ്ഞ് പോകാനായിട്ടുള്ളത്. ഞങ്ങൾ 100ൻ്റെയാണ് എടുത്തത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് പിന്നീട് തോന്നി. കാരണം ജസ്റ്റ് അത് നടന്ന് പോകാനുള്ളതുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 25ൻ്റെ മാത്രം എടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ഒരു ഐതിഹ്യമാണ് നമ്മുടെ പാപങ്ങൾ മൊത്തം കഴുകിക്കളയുന്നു എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇത് ആക്ച്വലി എല്ലാ അമ്പലങ്ങളെല്ലാം എന്താ പറയുക, ബിസിനസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വളരെ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ പണ്ടിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. എന്താ പറയണേ? അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ വടക്കേ നട. ഇനി അപ്പുറത്തേക്ക് പോകണം നമ്മൾ ദർശിക്കാൻ കയറാൻ. എങ്ങടാ പോണേ? രാമേശ്വരത്ത് തൊഴാൻ പോകണം. 22 തീർത്ഥക്കുളത്തിൽ കുളിച്ചു, റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഇനി തൊഴാൻ വേണ്ടി പോവാം. 100 രൂപയാണ് നമുക്ക് ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ. ഫ്രീ ആയിട്ടും പോവാം, നല്ല തിരക്കുണ്ടാവും. 100 രൂപയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒറ്റയടിക്ക് പോയി തൊഴുത് തിരിച്ചു വരാം. മണി ഗായ്സ്, അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി പുറത്തിറങ്ങുമ്പോഴായിരിക്കും മൊബൈൽ ഫോൺ നോട്ടാൽ അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അമ്മണി കുഞ്ഞൻ നടക്കണ നടപ്പ് കണ്ടോ ഗൈസ്? ഒരു പ്രശ്നമില്ല. അതൊക്കെ ആൾ പവറായിട്ട് നടക്കണുണ്ടോ? അതാണ് നമ്മൾ ഭക്തി മാർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അടുത്തത് അമ്മയെന്നൊക്കെ പറയണ്ട കേട്ടോ. ഹായ്, എങ്ങനെയുണ്ട്? ഓടിക്കോ. കമോൺ, സ്പീഡ്. അധികം തിരക്കില്ല ഗായ്സ്. അങ്ങനെ രാമേശ്വരൻ, അതായത് നമ്മുടെ ശിവനെയും പാർവതിയെയും തൊഴുതിറങ്ങി. ഹനുമാൻജിയുണ്ട്. ഇവിടെ ഒരു പശു. യെസ്, അങ്ങനെ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ധനുഷ്കോടിക്ക് പോവും. ഗായ്സ്, അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്. നമ്മൾ ഒരു റൗണ്ട് അടിച്ച് വന്നപ്പോൾ വെല്ലുമിച്ചി അമ്മാമ്മയും ക്ഷീണിതമായി കാല്, അതുകൊണ്ട് അവർ റെസ്റ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ രാവിലത്തെ പൊങ്കൽ കഴിക്കാൻ അമ്മാമ്മ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ധനുഷ്കോടിക്ക് പോവാണ്. റൂമിൽ പോയിട്ട് അവരെല്ലാവരോടും നടന്നു വരുന്നുണ്ട്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നമ്മൾ നേരെ ധനുഷ്കോടിക്ക് പോവാണ്. അതിനു മുമ്പ് നമ്മൾ വണ്ടിയിലേക്ക് പോവാണ്. വണ്ടി എവിടെയാന്ന് നോക്കട്ടെ ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ ധനുഷ്കോടിയിലേക്ക് പോകാൻ പോകണം ഗായ്സ്. ഇവിടെ ഭയങ്കര വെയിലാട്ടോ, സ്കിന്നൊക്കെ ഭയങ്കര പണി. നമ്മളിത് ഈ പന്നീനെ കണ്ടു. പന്നിക്കുട്ടൻ നിൽക്കുന്ന കണ്ടോ ഗായ്സ്? പന്നി. ഇവിടെ നമുക്ക് രാമേശ്വരത്ത് 86 രൂപയുള്ളൂ നമുക്കിവിടെ CNGക്ക്. അപ്പോൾ നമ്മൾ CNG അടിക്കാൻ പോവാണ്. ഏകദേശം തീരാറായി, അതുകൊണ്ട് അടിച്ചിട്ട് തന്നെയാണ്.
പണ്ട് നമ്മൾ ഈ വഴി വന്നപ്പോൾ നമ്മളൊരു ട്രക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നല്ലൊരു റോഡ്, അത് നല്ലൊരു റോഡ്, മരങ്ങളൊക്കെ ആ ഒരു വഴിയിലേക്ക് എത്തൂടെ കാണിച്ചു തരാം. അതായത് പണ്ടത്തെ ഒരു പണ്ട് ട്രക്കിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. 1964 ഇവിടെ നശിച്ചു പോയാ എങ്ങനെ? 1964 സുനാമി വന്ന്, സുനാമി കൊടുങ്കാറ്റ് വന്ന് നശിച്ച സ്ഥലമാണിത്. എറണാകുളം പോലെ അതേപോലെ തിങ്ങിയ ആൾക്കാർ താമസിച്ചിട്ടൊരു സ്ഥലം ഇത്. രാമേശ്വരം അമ്പലത്തിന്റെ ഭാഗത്ത് മാത്രം ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു കേട്ടാൽ. ഇപ്പൊ മൊത്തത്തിൽ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് അറ്റം വരെ നല്ല റോഡാട്ടോ. കാണിച്ചുതരാം. നോക്കൂ, 11 കിലോമീറ്റർ 11 മിനിറ്റ്. അതാണ് ഇവിടത്തെ സ്ട്രെയിറ്റ് റോഡ്. ഈ ഒറ്റ റോഡ് 11 കിലോമീറ്റർ ഉണ്ട്. കോതന്തരാമാർ ടെമ്പിൾ, അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുത്തെ ലെഫ്റ്റിലേക്ക് ഒരു സംഭവം ഉണ്ട്. എന്താന്ന് പോയി നോക്കിട്ട് വരാം. നമ്മൾ അന്നൊന്നും പോയില്ലായിരുന്നു. ഈ തവണ അവിടെ എന്താന്ന് നോക്കിട്ട് വരാം. ഇതാണ് നമ്മുടെ കോതന്ത ടെമ്പിളിലേക്കുള്ള വഴി. കണ്ടോ, രണ്ട് സൈഡിലും വെള്ളം കയറി കിടക്കും. ആൾക്കാര് പോവാറില്ലാന്നുള്ളൂ. ഇവിടെ നമ്മളൊന്നും പോയില്ലല്ലോ. പോയില്ലേ? ഓ, ഇവിടെ നമ്മൾ പോയിരുന്നു. ഞാൻ ഓർക്കുന്നു. അങ്ങനെ നമ്മളെത്തി. ഇതാണ് കോതന്തരാമർ ടെമ്പിൾ. ഇവിടെ നമ്മുടെ വിഭീഷണൻ, അതായത് നമ്മുടെ രാവണന്റെ അനിയൻ, കിരീടം അണിയിച്ച ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മുടെ യുദ്ധമൊക്കെ കഴിഞ്ഞ് രാവണനെയൊക്കെ കൊന്നതിന് ശേഷം ഇവിടെ വന്ന് നമ്മുടെ രാമൻ വിഭീഷണന് കിരീടദാനം ചെയ്ത സ്ഥലമാണ്. ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിഭീഷണനും സീതയൊക്കെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. വിഭീഷണാരെന്നറിയോ? വിഭീഷണൻ ആളുടെ അമ്പലമാണിത്. പക്ഷെ ആളുണ്ട് ഇതിൽ പ്രതിഷ്ഠ ഇവിടെ. ഇയാളെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇയാളെ നേരത്തെ പറഞ്ഞേ വിഭീഷണൻ സീത നമ്മുടെ രാമൻ. ഇയാൾ അങ്ങനെയാ പറഞ്ഞേ. വിഭീഷണനും സീതയും ലക്ഷ്മണനോ അല്ല. ഈ അമ്പലത്തിന്റെ പുറത്ത് മൊത്തം അടിപൊളിയാണോ? അതെ, ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ രാമേശ്വരം ടെമ്പിൾ ഉള്ളത്. അതായത് ഏകദേശം ഇത് പുതിയത് വരാൻ പോണ സാധനമാണ്. ഈ ടവർ പുതിയതായിട്ട് വരുന്നതാണ് അവിടെ. ഇതിൻ്റെ മേളിൽ ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ട് ഈ രാമേശ്വരം മൊത്തം കാണാൻ പറ്റുന്ന രീതിയിലാവും. ഇതാണ് രാമേശ്വരം ടെമ്പിൾ. രാമേശ്വരം ടെമ്പിൾ തരാം. അപ്പൊ ഇവിടെ നല്ല ക്യൂ ഉണ്ട്. ഒന്നുമില്ല, ഇത് മാറ്റാൻ വേണ്ടി പറയാൻ. നമ്മൾ ഉള്ളിൽ കയറി. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ നമുക്ക് ശ്രീരാമൻ്റെ ഒരു വില്ല് പിടിച്ചിരിക്കുന്ന പ്രതിഷ്ഠയുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഹനുമാൻജി ഉണ്ട്. പിന്നെ നമ്മുടെ ജടായു ഗരുഡജി ഉണ്ട്. ഗരുഡജി. ഇനി നമ്മൾ നേരെ ധനുഷ്കോടിക്ക് പോവാണ്. ഇവിടെ നിന്ന് അവിടെ സ്ട്രെയിറ്റ് റോഡ് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ധനുഷ്കോടി എത്തി. 10 കിലോമീറ്റർ ഓടാൻ 10 മിനിറ്റ് മതി. റീഫ്രഷ് ആവാൻ കുറച്ച് കോക്കനട്ട് വാട്ടർ ഞാനും വലിച്ചും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരുപാട് മീൻ പിടിക്കാൻ കൊക്കുകൾ വന്നിരിക്കുന്നുണ്ടോ? കണ്ടോ, കടൽ മീൻ പിടിക്കാൻ വന്നേക്കുന്ന കൊക്കുകൾ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളിനി കടലിൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തിലേക്ക് പോവാണ്. ഡീഹൈഡ്രേഷൻ അടിക്കാതിരിക്കാൻ നമ്മൾ വാട്ടർമെലോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഒടുക്കത്തെ വെയിലാണ്.
നല്ല ചൂട്. ചുട്ട ഹേയ് ഇതാരെ പെരുമ്പാരത്തിൽ താത്ത വന്നിട്ടില്ല. പെരുമ്പാരം എവിടെയുള്ള പെരുമ്പാരം എവിടെയുള്ള ആള് എവിടെയുള്ള ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും അപ്പോൾ നമ്മൾ നടന്ന് ഇന്ത്യയുടെ അറ്റത്തെത്തി. നടന്ന് കടലിൻ്റെ അറ്റത്ത് ഇന്ത്യയുടെ അറ്റത്തേക്ക് പോകണ്ടിട്ടാ എത്തി. ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അറ്റം. ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീലങ്ക. അതെ നമ്മൾ വീണ്ടും ഇങ്ങനെ കല്ലൊക്കെ ഇട്ടേ നമ്മൾ നൈസായിട്ട് ശ്രീലങ്ക വരെ എത്താൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അമ്മാമ ഇന്ത്യയുടെ അറ്റത്ത് വന്നപ്പോൾ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഏറ്റവും അറ്റത്താണ് ഇന്ത്യയുടെ നിൽക്കുന്നത്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പോകുന്നു. ഇന്ത്യയുടെ അറ്റത്ത് വന്നപ്പോ എങ്ങനെ നോക്കി കാണുന്നു? ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നണം. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ ഈ സമയത്തൊക്കെ റോഡ് പണി നടക്കുകയാണ്. ഈ ഏറ്റവും വരെ വന്നിട്ടില്ല. ഇനിയും നികത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നികത്ത് ശ്രീലങ്കയിൽ മുട്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നേരിട്ട് വണ്ടിക്ക് പോകാൻ പറ്റും തോന്നണം. ഒരു എനിക്ക് 10 വർഷം കഴിയുമ്പോഴേക്കും ശ്രീലങ്കയ്ക്ക് പോകാൻ പറ്റും. എന്ത് പറയുന്നു? പണ്ട് വന്നപ്പോൾ നമ്മൾ ട്രക്കിലൂടെ ഇവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിൽക്കണ സ്ഥലം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. പക്ഷെ അതൊരു നല്ലൊരു അനുഭവമാണ്. നമ്മൾ കാട്ടിലൂടെ ട്രക്കിലൂടെ ഒക്കെ പോകുമ്പോൾ വേറെ ഏതോ ഒരു രാജ്യത്ത് വന്ന ഒരു പ്രതീതിയാണ്. പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രാമം മാറിയിട്ട് ഒരു ടൗണിൻ്റെ ഫീലിംഗ് ആണ്. പക്ഷെ എന്തോരം മനുഷ്യരാ, അതുകൊണ്ട് എന്തോരാ ആൾക്കാരാ. ഗായ്സ് ഇങ്ങോട്ട് വരാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ തിരിച്ചു പോകാൻ ഭയങ്കര പാടാണ്. ഇറ്റ്സ് വെരി ബ്ലോക്ക്, കറ്റ ബ്ലോക്കാണ് ഗൈസ്. കഴിഞ്ഞ് ഇവിടെ എത്തിയുള്ളൂ. ഇനിയും പോയിന്റ് കുറച്ച്. ഇത് കണ്ടോ, ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡും കടലാണ്. മറ്റേ നമ്മുടെ GTA ഉള്ള പോലത്തെ ആ ബോട്ട്. മീൻ പൊരിച്ചത് കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ സ്പെഷ്യലാണ്. ധനുഷ്കോടി പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും അവിടുത്തെ മീൻ എക്സ്പ്ലോർ ചെയ്യണം, കഴിക്കണം, നല്ലതായിരിക്കും. അതാ അമ്മാമ്മ പയ്യെ നടന്നു വരുന്നുണ്ട്. ഇവിടെയാണ് അവരുടെ ഇത്. നമ്മൾ ആ മീൻ വലുതോരണം പറഞ്ഞിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമുക്ക് പ്ലേറ്റ് കിട്ടി. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. അതാണ് നമ്മുടെ തമിഴ്നാട് ചോറ്, മീൻകറി ഗൈസ്. അമ്മണിക്കുഞ്ഞിന്റെ വക ഒരു മെയിൻ ഷോ. ആ സ്റ്റാച്ചു ആയി പോയാ അതൊക്കെ വെച്ചാലേ അതൊക്കെ വെച്ചോ. ഓ അമ്മാമ്മയുടെ പാത്രത്തിന് വലിപ്പമുള്ള മീൻ. നമ്മുടെ ഫുഡിങ് ഏകദേശം പകുതിയോളമായി. ഞാൻ പക്ഷെ തീർത്തോട്ടോ. അങ്ങനെ നമ്മുടെ മീമി കിട്ടിയിരിക്കുന്നു. ഇത്ര വലിയ മീമിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇത്ര പേരും കൂടി കഴിക്കാൻ പോകുന്നത് വലിയ മീമി. ഉടുപ്പൂരി അരൂരി അരൂരി. ഓക്കെ കൊള്ളാം. അങ്ങനെ നമ്മളാ നേരത്തെ കണ്ട മീനിന്റെ കോലം ഇങ്ങനെയായി. യെസ്, ഇവരൊക്കെയാണ് അതിന്റെ ഉത്തരവാദികൾ. ഗായ്സ് അങ്ങനെ മീനൊക്കെ കഴിച്ചു. മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിലിനെ പറ്റിയാണ്. കണ്ടില്ലേ, മുഖം കണ്ടില്ലേ, ഭയങ്കര വെയിലാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ വൈകുന്നേരം വരാൻ നോക്കിയാലും വൈകുന്നേരം ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ രാവിലെ വല്ല നല്ല വണ്ണയായിരിക്കും നല്ലത്. ഒരു 6 മണി 7 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ധനുഷ്കോടിയിൽ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ വെയിലുണ്ട്, ഉപ്പടളും,
പിന്നെ മീനെ പറ്റി പറയുകയാണെങ്കിൽ മീൻ നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ മീൻ ഒബ്വിയസ്ലി ടേസ്റ്റി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ഇവിടുന്ന് ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് ആ ഫ്രഷായിട്ടുള്ള ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചോറും, പിന്നെ മെയിൻ പ്രശ്നം ഇവിടുത്തെ മീൻ കറിക്ക് ഭയങ്കര പുളിയായിരുന്നു. പിന്നെ അത് കഴിച്ച് തുടങ്ങിയാണ് ശീലമായപ്പോൾ പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ട് ഫോയിലോട്ട് പോയി. എന്തായാലും ഇവിടുത്തെ വെള്ളം ഭയങ്കര പോരാട്ടോ, അത് മെയിൻ രസം. വെള്ളം നമുക്ക് വാഴ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ബിസ്ലേറി വാങ്ങിച്ചു. 1969 വന്ന വെള്ളം. 1969 തൊട്ട് ഇവർ നമ്മളെ വെള്ളം തന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പുറകിൽ മണ്ടവണാപ്പം വെറുതെ തന്നെ പറയാണ്ട്. ഞങ്ങൾ അടുത്ത യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മധുര മീനാക്ഷിയിലേക്കാണ് പോകുന്നത്. അയ്യോ, അങ്ങനെ വെള്ളിച്ചൻ ഡ്രൈവിംഗ് സ്ഥലം. ഗായ്സ്, അങ്ങനെ നമ്മൾ കിടിലൻ റോഡ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറിയേക്കുവാണ്. സമയം 5:30 6 മണിയുടെ അടുത്തായി. അച്ഛന് ചായ, അച്ഛന് കോഫിയാണ്. വിളിച്ചിന് ആരുടെയോ കൂടി ഇരുന്ന് ഫുഡ് ചായ കുടിക്കുന്നുണ്ട്. ഗായ്സ്, അങ്ങനെ ഇത്ര നേരം ഡ്രൈവ് ചെയ്ത ഡ്രൈവർ മാറി പുറകിലേക്ക് കയറി. കണ്ടില്ലേ? ഓക്കെ, ആകാശം നോക്കി നല്ല കഥകളിലൊക്കെ വാരണാസി എന്നൊക്കെ പറഞ്ഞ് വായിക്കില്ലേ, അമ്മാമ്മയുണ്ട്, വെല്ലിമെച്ചിയുണ്ട്, അങ്ങനെ എല്ലാവരായിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ പണ്ടത്തെ ചിത്രമല്ല ഇപ്പൊ കണ്ട രാഷ്ട്രസമ്മാനം. നമ്മളങ്ങനെ മധുരയിലെത്തി. ഇറ്റ്സ് എ വെരി ബാഡ് പ്ലേസ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. കാരണം ഇവരും ഇപ്പോഴും ഒരു 10-20 കൊല്ലം പുറകിലേക്കാണ്. ഇവിടുത്തെ ഹോട്ടൽ റൂമായാലും ഹോട്ടൽസ് ആയാലും എല്ലാം വെരി ബാഡ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റിംഗ്. ഒരു നഗരം, എല്ലാം ബിൽഡിങ്സും എല്ലാ ഷോപ്സും എല്ലാം പഴയ 10-20 കൊല്ലം മുമ്പുള്ളതാണ്. 10-20 കൊല്ലമൊന്നുമല്ല, അതിനും പഴക്കം ഭയങ്കര പണ്ടത്തെ സിനിമകളൊക്കെ കാണുന്ന പോലത്തെ സംഭവം തന്നെ. ഇതുവരെ ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ വിജയ് ഈ CM ആയി കഴിഞ്ഞ ഇവിടെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വിജയ് ഇത് മാറും. ഞാൻ നോക്കും, ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നും വീണ്ടും ഈ വീഡിയോ എടുക്കും. സഭയുടെ വിജയ് വന്ന് പ്രചരണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നൈസ്, നമുക്ക് പ്രതീക്ഷിക്കാം ഇച്ചിരി കൂടി ഡെവലപ്മെൻ്റ് ആവുമെന്ന്. മെയിൻ തിങ് വൃത്തിയാണ് മെയിനായിട്ട് വേണ്ടത്. അതിവിടെ ഇല്ല, പല തമിഴ്നാട് സ്ഥലങ്ങളിലുമില്ല. അതൊന്ന് സെറ്റാക്കാറുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു.